ഇതുപോലെ ഒരു ബേഡ് ഞാൻ ബുക്ക് എന്നുള്ള പേപ്പർ എടുത്തുണ്ടാക്കിയതാണ്. അതുപോലെ നമുക്കൊരു ബേഡ് ഉണ്ടാക്കി നോക്കാം. ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ എടുക്കുക. ഒരു സ്ക്വയർ പേപ്പർ എടുത്തിട്ട് അതിനെ രണ്ടായിട്ട് മടക്കി ട്രയാങ്കിൾ ഷേപ്പ് ആക്കുക. അതിന് നേരെ രണ്ടായിട്ടിങ്ങനെ മടക്കുക. എന്നിട്ട് ഇങ്ങോട്ടല്ല മടക്കേണ്ടത്, മുകളിൽ നിന്ന് ഈ അറ്റത്തുനിന്ന് താഴോട്ട് മടക്കുക. ഇങ്ങനെ താഴോട്ട് മടക്കുക. എന്നിട്ട് ഇതിനെ ഒന്ന് അകത്തോട്ടൊന്ന് മടക്കി കൊടുക്കുക. അകത്തോട്ട് മടക്കിയിട്ട് ഈ ഭാഗം തന്നെ അകത്തോട്ട് മടക്കിയിട്ട് ഒന്നുകൂടെ ഇതിൻ്റെ അറ്റം ഒന്നുകൂടെ അകത്തോട്ട് മടക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മടക്കിയെടുക്കാം. ഇങ്ങനെ മടക്കി നേരെയാക്കിയിട്ട് നമുക്ക് ഇതിനെ ഒന്ന് നൂത്തെടുക്കണം. നൂത്തിങ്ങനെ എടുക്കണം. നൂത്തെടുക്കുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ നമുക്ക് മടക്കി കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ചിറ വച്ച് പിന്നെ പറന്ന് പോണ ഒരു കിളിയാണ്. നമുക്കതിനൊരു കണ്ണ് വരച്ചു കൊടുക്കാം. ഈ സൈഡിലൊന്ന് കണ്ണ് വരച്ചു കൊടുക്കുക. ഇത് ചുണ്ട് കുറച്ചുകൂടെ താഴോട്ടാക്കി കൊടുക്കുക. പറന്ന് പോകുന്നൊരു കിളി. നമുക്കിവിടെ അതിനെ ഇവിടെ നിർത്തി വളർത്താം. അടുത്തത് ഇതേപോലെ ഒരു ഫ്ലവർ വെട്ടിയെടുക്കാനാണ്. അതിനായിട്ട് ഞാനൊരു കളർ പേപ്പർ എടുക്കുകയാണ്. അതിൻ്റെ ബോക്സിൽ കുറേ കളർ പേപ്പറുണ്ട്. അതിനൊരു റെഡ് കളർ പേപ്പർ ഞാൻ എടുക്കുന്നത്. റെഡ് കളർ പേപ്പർ എടുക്കുന്നത് അതിൽ നിന്ന് ഒരു ഷീറ്റ് പേപ്പർ ഒരു 7 ഇഞ്ച് സൈസിലുള്ള ഒരു പേപ്പർ കട്ട് ചെയ്യും. 7 സെൻറ്റിമീറ്റർ വലുപ്പത്തിലൊരു പേപ്പർ കട്ട് ചെയ്യുക. അതിന് സ്ക്വയറാക്കി എടുക്കണം. ഇത് സ്ക്വയറാണോ ഇല്ലയെന്ന് ഒന്നുകൂടെ നോക്കാം. ഏകദേശം സ്ക്വയറായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇങ്ങനെ മടക്കിയില്ലെങ്കിൽ നമ്മളത് ഇങ്ങനെ മടക്കിയാലും കുഴപ്പമില്ല. ഇങ്ങനെ മടക്കിയാലും നമുക്ക് ഇങ്ങനെ കിട്ടും. വീണ്ടും ഒന്നുകൂടെ മടക്കി കൊടുക്കും. എന്നിട്ട് പിന്നെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇതിങ്ങനെ വരച്ച് ഇങ്ങനെ മുകളിലോട്ട് വരച്ചു കൊടുക്കണം. ഒരു സൈഡിൽ നിന്ന് മാത്രം
ഇങ്ങനെ വരച്ചു കൊടുക്കണം. ഒന്ന് വളച്ച് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ സൈഡ് നമ്മൾ കട്ട് ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ ഒരു കത്രികയിൽ നിൽക്കാത്തതുകൊണ്ട് ഞാൻ ഒന്ന് നൂത്തിട്ട് 2 സൈഡൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. രണ്ട് സൈഡ് മാത്രം കുറച്ച് കട്ട് ചെയ്താൽ മതി. താഴെ അറ്റം വരെ കട്ട് ചെയ്യണ്ട. ഇങ്ങനെ കിട്ടിയിട്ടുണ്ടല്ലേ? കൊള്ളാമോ? നമുക്കിതിനകത്ത് ഒരു യെല്ലോ കളർ പേപ്പർ വെച്ച് കൊടുക്കാം. ഒരു റൗണ്ട് പേപ്പർ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഞാൻ കുറേ പൂക്കളുണ്ടാക്കി. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഇതിൽ വച്ചു കൊടുക്കാം. അതുപോലെ ഞാൻ വലിയൊരു ഫ്ലവർ ഇത് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാണിച്ചു തരാം. ഇനി ഒരു ലീഫാണ് കട്ട് ചെയ്യുന്നത്. ഒരു ചെറിയൊരു സ്ക്വയർ എടുക്കുക. ഒട്ടും കളയാത്ത രീതിയിൽ നമുക്ക് ഇതിനൊരു ലീഫാക്കണം. ഒട്ടും കട്ട് ചെയ്ത് കളയാത്ത രീതിയിൽ ഒരു ലീഫാക്കാനായിട്ട് നമ്മൾ പെൻസിലിട്ട് വരച്ചാൽ മതി, പേനയിട്ട് വരച്ചാൽ മതി. ഇങ്ങനെ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാവുന്ന. അല്പം ഒരു നെട്ട് കൊടുക്കണം. ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. ഇനി നടുക്കൊന്ന് വരച്ചു കൊടുക്കണം. ഇനി ഇതിൻ്റെ ഇടയിൽ ഒട്ടിച്ചു കൊടുക്കാം.